വലിയ ശിവഭക്തനായിരുന്നു ഇന്ദ്രസേനൻ രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നാട്ടിൽ സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞു നിന്നു. ജനങ്ങൾ എല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ സംതൃപ്തരായിരുന്നു. കള്ളവും ചതിയും ഒന്നുമില്ലാതിരുന്ന ആ നാട്ടിൽ പട്ടിണിയോ ദുഃഖങ്ങളോ ഉണ്ടായിരുന്നില്ല. മഹാദാനശീലനായ ഇന്ദ്രസേനൻ രാജാവ് സന്തോഷത്തോടും പ്രതാപത്തോടും നാട് ഭരിച്ചു വന്നു. ജനങ്ങൾ ദൈവങ്ങളെ മറന്ന് ഇന്ദ്രസേനനെ ആരാധിക്കാൻ തുടങ്ങി. ഇത് ദേവന്മാരുടെ ഇടയിൽ അസൂയ വളർത്തി. അവർ മഹാവിഷ്ണുവിൻ്റെ അടുത്തു ചെന്ന് പരാതി പറഞ്ഞു. ദേവന്മാരെ സമാധാനിപ്പിച്ച വിഷ്ണു ഭഗവാൻ ഇതിനൊരു പോംവഴി കാണാൻ തീരുമാനിച്ചു. വിശ്വവിജയത്തിനായി ഒരു യാഗം ആരംഭിച്ച ഇന്ദ്രസേനൻ്റെ അടുത്തേക്ക് മഹാവിഷ്ണു ഒരു ബാലബ്രാഹ്മണൻ്റെ വേഷത്തിലെത്തുന്നു. രാജാവ് ബ്രാഹ്മണ ബാലനെ സ്വീകരിക്കുന്നു. തനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് ദാനമായി വേണമെന്ന് ബാലൻ ആവശ്യപ്പെടുന്നു. സന്തോഷത്തോടെ രാജാവ് ബാലകനോട് 3 അടി മണ്ണ് അളന്നെടുത്തുകൊള്ളാൻ അനുവാദം കൊടുക്കുന്നു. പെട്ടെന്ന് ബാലൻ ആകാശം മുട്ടെ വളർന്നു. 1 അടി കൊണ്ട് ഭൂമിയും 2ാമത്തെ അടി കൊണ്ട് ആകാശവും അളക്കുന്നു. 3ാമത്തെ അടി ഞാൻ എവിടെ അളക്കും? ബാലൻ രാജാവിനോട് ചോദിച്ചു. മഹാവിഷ്ണുവിനെ മനസ്സിലാക്കിയ രാജാവ് 3ാമത്തെ അടിക്കായി തൻ്റെ ശിരസ്സു കാണിച്ചു കൊടുക്കുന്നു. സന്തുഷ്ടനായ മഹാവിഷ്ണു രാജാവിനോട് ഒരു ആഗ്രഹം ചോദിക്കുവാൻ ആവശ്യപ്പെടുന്നു. വർഷത്തിൽ 1 തവണ തൻ്റെ പ്രജകളെ കാണാനുള്ള അവസരം തരണമെന്ന് രാജാവ് ചോദിച്ചു. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ പ്രജകളെ കാണാൻ മഹാവിഷ്ണു രാജാവിന് അനുവാദം നൽകുന്നു. അങ്ങനെ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നാം കേരളീയർ ഓണം ആഘോഷിക്കുന്നു.
അടിപൊളി